പുലരി പിറക്കുന്നതിന് മുമ്പേ തൃക്കാക്കര ഉണരുന്നു. നിശബ്ദതയെ ഭേദിച്ചുയരുന്ന ശംഖനാദം, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഉണരുന്ന ക്ഷേത്രസന്നിധി, ഒരു ദിവസത്തിന്റെ ആദ്യ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന ഭക്തജനങ്ങൾ. ഇത് തൃക്കാക്കരയാണ്, വാമനമൂർത്തിയുടെ സാന്നിധ്യത്താൽ പുണ്യമാർന്ന മണ്ണ്. ഈ മണ്ണിൽ ഓരോ പ്രഭാതവും തുടങ്ങുന്നത് ഒരു വിശുദ്ധ ദർശനത്തിലൂടെയാണ്, നിർമാല്യ ദർശനം. കഴിഞ്ഞ ദിവസത്തെ പൂജയുടെ പുണ്യസ്മരണകളുമായി ഭഗവാന്റെ സന്നിധി, അർപ്പിക്കപ്പെട്ട പുഷ്പങ്ങളും അലങ്കാരങ്ങളും നിറഞ്ഞ ആ തിരുമേനി, പുതിയൊരു പ്രഭാതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ വിശുദ്ധ നിമിഷം, അതാണ് നിർമാല്യം. ഭക്തന്റെ കണ്ണുകൾ ആദ്യം കാണുന്നത് അലങ്കാരത്തിന്റെ ഭംഗിയല്ല, ഭഗവാന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ നിർമാല്യ ദർശനം ഒരു ചടങ്ങ് മാത്രമല്ല, അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആദ്യ സമാഗമം പോലെയാണ്. 4500 വർഷങ്ങളോളം പഴക്കമുള്ളതായിട്ടാണ് ചരിത്രരേഖകൾ കാണുന്നത്. ഇത് 108 വൈഷ്ണവാലയങ്ങൾ ഒന്നാണ്. തിരുപ്പതി ബാലാജി വാമനരൂപമാണെന്നാണ് അറിയപ്പെടുന്നത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ വിശ്വരൂപ ദർശനമായി വാമനമൂർത്തി നിൽക്കുന്നത്. ഇപ്പുറത്ത് ശിവൻ സ്വയംഭൂവായി, തൊട്ടപ്പുറത്ത് ശിവഭഗവാനും സ്ഥിതി ചെയ്യുന്നു. കിരാതമൂർത്തി രൂപമായിട്ടാണ് കാണപ്പെടുന്നത്. ശിവ വൈഷ്ണവ ശക്തിയുടെ ഒരു സങ്കേതമാണ് ഈ തൃക്കാക്കര മഹാക്ഷേത്രം. തൃക്കാക്കരയുടെ മഹത്വം ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. വാമനാവതാരത്തിന്റെ ഓർമ്മകളുമായി ചേർന്നു നിൽക്കുന്ന പുണ്യഭൂമിയാണ് തൃക്കാക്കര. മഹാബലിയുടെ കാലത്തെ ഓർമ്മകളും വാമനന്റെ അവതാരകഥയും ഓണത്തിന്റെ സാംസ്കാരിക സ്മരണകളും ഇവിടെ പരസ്പരം ഇഴചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃക്കാക്കരയപ്പന്റെ സന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും ഒരു ക്ഷേത്ര ദർശനം മാത്രമല്ല അനുഭവിക്കുന്നത്, കേരളത്തിന്റെ പുരാണ സാംസ്കാരിക ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് അത്. ദാനശീലനായ മഹാബലി, 3 അടി മണ്ണ് ചോദിച്ചെത്തിയ വാമനൻ, 2 അടിയാൽ ഭൂമിയും ആകാശവും അളന്ന ത്രിവിക്രമൻ, 3ാമത്തെ അടിക്കായി മഹാബലി തന്റെ ശിരസ് സമർപ്പിച്ച കഥ. പുരാണത്തിലെ ഈ മഹാകഥയോടൊപ്പം കേരളത്തിന്റെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന പേരാണ് തൃക്കാക്കര. ദേവേശ്വരായ ദേവായ ദേവസംഭൂതികാരിണേ പ്രഭവേ സർവവേദാനാം. ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ മഹാബലി വീണ്ടും എത്തുന്നു. വാമനനെ ഓർക്കുമ്പോൾ തൃക്കാക്കരയും ഓർമ്മയിലെത്തുന്നു. ഈ ബന്ധത്തിന്റെ ആത്മീയമായ തുടർച്ചയാണ് തൃക്കാക്കരയിലെ ഓരോ പ്രഭാതവും. നിർമാല്യ ദർശനത്തോടെ ആരംഭിക്കുന്ന പ്രഭാതം പിന്നീട് വിവിധ പൂജാകർമ്മങ്ങളിലേക്ക് കടക്കുന്നു. പുഷ്പം, ജലം, ദീപം, മന്ത്രം, ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. നമഃ ശാർംഗധനുർബാണപാണയേ. പുറം ലോകം പതിയെ ഉണരുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു ലോകം ഉണരുകയാണ്. ഭക്തിയുടെ ലോകം, നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ആചാരങ്ങളുടെ ലോകം. ഓരോരുത്തർക്കും നിർമാല്യം ഓരോ അനുഭവമാണ്. ഒരാൾക്ക് അത് പ്രാർത്ഥനയുടെ നിമിഷം, മറ്റൊരാൾക്ക് മനസ്സിന് ലഭിക്കുന്ന സമാധാനം, ഇനിയൊരാൾക്ക് കുടുംബത്തിന്റെ പാരമ്പര്യം. ചിലർ വർഷങ്ങളായി തുടരുന്ന ഒരു ശീലത്തിന്റെ ഭാഗമായി എത്തുന്നു, ചിലർ ആദ്യമായി. പക്ഷേ ദർശനത്തിന് മുന്നിൽ നിൽക്കുന്ന ആ നിമിഷത്തിൽ എല്ലാവരും ഒരുപോലെ, ഭക്തനും ഭഗവാനും മാത്രം ബാക്കി വരുന്ന നിമിഷം.
ക്ഷേത്രത്തിനകത്ത് നിർമാല്യത്തിന്റെ നിശബ്ദമായ ഭക്തി. പുറത്തേക്ക് നോക്കുമ്പോൾ തൃക്കാക്കരയുടെ മറ്റൊരു മുഖം. പ്രഭാതം പൂർണ്ണമാകുന്നു. നഗരത്തിന്റെ തിരക്കുകൾ പതിയെ ആരംഭിക്കുന്നു. എന്നാൽ ഭക്തന്റെ മനസ്സിൽ ആ പ്രഭാതം നേരത്തെ തന്നെ പൂർണ്ണമായിരിക്കുന്നു. ഒരു ദർശനത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു വിശ്വാസത്തിലൂടെ. ദേവേശ്വരായ ദേവായ. മലയാളിയുടെ ഓർമ്മയിൽ ഓണം ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് സമത്വത്തിന്റെ ഓർമ്മ കൂടിയാണ്. സ്നേഹത്തിന്റെ ഓർമ്മയാണ്. മഹാബലിയുടെ ഓർമ്മയാണ്. ആ ഓർമ്മകളുടെ ഹൃദയഭൂമികളിലൊന്നാണ് തൃക്കാക്കര. ദേവേശ്വരായ ദേവായ ദേവസംഭൂ. വാമനമൂർത്തിയുടെ സന്നിധിയിൽ നിന്ന് ഉയരുന്ന ഓരോ പ്രഭാതവും പുരാണവും പാരമ്പര്യവും വിശ്വാസവും ഇന്നിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ സാക്ഷ്യമാണ്. ഒരു ദിവസത്തിന്റെ ആദ്യ വെളിച്ചം കണ്ണുകളിൽ പതിക്കുന്നതിന് മുമ്പ് തൃക്കാക്കരയപ്പന്റെ തിരുമുമ്പിൽ ഒരു ദീപം തെളിയുന്നു. കഴിഞ്ഞ ദിവസത്തിന്റെ സ്മരണകൾക്ക് മുകളിൽ പുതിയൊരു പ്രഭാതം പിറക്കുന്നു. അതാണ് നിർമാല്യം. ഒരു ചടങ്ങിനപ്പുറം, ഒരു ദേശത്തിനപ്പുറം ഭക്തന്റെ ഉള്ളിൽ തെളിയുന്ന ഒരു വിശ്വാസം. വാമനന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ ഓരോ പുലരിയും നമ്മോട് പറയുന്നത് ഒരേയൊരു സന്ദേശം മാത്രം. ഭക്തിയുടെ തുടക്കം പലപ്പോഴും ഒരു വാക്കിലല്ല, ഒരു ദർശനത്തിലാണ്. തൃക്കാക്കരയപ്പന്റെ നിർമാല്യ ദർശനത്തിൽ നിന്ന് ഒരു പുതിയ പ്രഭാതത്തിലേക്ക്. സർവവേദാനാം വാമനായ നമോ നമഃ. വാമനായ നമോ നമഃ. അറിവമ്മ അലിവമ്മ. മക്കളെ, നമ്മൾ ഒറ്റപ്പെട്ട ഒരു ദ്വീപല്ല, ജീവശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. നമ്മുടെ ഓരോ കർമ്മവും അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ശ്രദ്ധ വേണം എന്ന് പറയുന്നത്.